വീണ്ടും റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മെസ്സേജ് സങ്കീർത്തനം 65:10. നീ അതിൻ്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു, നീ അതിൻ്റെ കട്ട ഉടച്ച് നിരത്തുന്നു, മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നമ്മളെപ്പോഴും വായിച്ചിട്ടുള്ള വേദഭാഗമാണ്. എന്നാൽ ഇതിൽ നിന്ന് പരിശുദ്ധാത്മാവ് ചില വെളിപ്പാടുകൾ തരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിത് ആദ്യമായാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നീ അതിൻ്റെ ഉഴവുചാലുകളെ നനയ്ക്കുന്നു. അപ്പം ദൈവം നനയ്ക്കുക. നനവെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു അനുഗ്രഹത്തെ കാണിക്കുകയാണ്. വലിയ വരണ്ടിരിക്കുന്നിടത്ത് ഒരു 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 പ്ലാന്റിങ്, അതായത് ചെടികളെ ആ വെള്ളം നനയ്ക്കുന്ന പോലെ നീ നനയ്ക്കുന്നു, നീ അതിൻ്റെ കട്ട ഉടച്ച് നിരത്തുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അതുകൊണ്ട് ആ വചനം പറയുന്നത്, പുഴുവായ യാക്കോബേ നീ ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, അതിനെ പുതിയതും പല്ലേറിയതും മൂർച്ചയുള്ളതുമായ മെതിവണ്ടി. അപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചില പ്രതികൂലങ്ങളെ നമുക്ക് തകർക്കാൻ കഴിയത്തില്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. പക്ഷെ അതിനെ നിരപ്പാക്കുന്നത് ദൈവമാണ്. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. തീർന്നില്ല. നീ സംവത്സരത്തെ നിന്റെ നിന്റെ നന്മ കൊണ്ട് നീ സംവത്സരങ്ങളെ അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. ഇവിടെ എല്ലാം നമ്മുടെ ഒരു ആത്മീയവും ഭൗതികമായ എല്ലാ മണ്ഡലങ്ങളിലും ഉള്ളൊരു നിറവിനെയാണ് കാണിക്കുന്നത്. ആത്മീയമായി പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവത്തോടു കൂടിയുള്ള ബന്ധത്തിലൂടെ നാം നടക്കുമ്പോൾ, അതുകൊണ്ടാണ് മലാഖിയിൽ പറയുന്നുണ്ട്, നിങ്ങളൊരു മനോഹര ദേശമായിരിക്കുക, സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാരെന്നുണ്ട്. അപ്പം ഇവിടെയും നാം അനുഗ്രഹിക്കപ്പെടുന്ന ദൈവവചനത്താലുള്ളൊരു പുഷ്ടി, ഒരു നിറവ്, പരിശുദ്ധാത്മാവിലുള്ളൊരു നിറവിനെയാണ് ഇവിടെ കാണിക്കുന്നത്. നിന്റെ സംവത്സരങ്ങളെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. അതാണ് 23-ാം സങ്കീർത്തനം, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നെ, എവരി ഗുഡ്നസ് ആൻഡ് മേഴ്സി വിൽ ഫോളോ യു ഓൾ ദ ഡേയ്സ് ഓഫ് യുവർ ലൈഫ്. നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. അതാണ് വചനം പറഞ്ഞത്, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ എൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കുന്നു, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ക്കും, പച്ച പിടിച്ചും പുഷ്ടി പിടിച്ചിരിക്കും. ദൈവിക അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരു പ്ലാന്റിനെ, അതായത് ഒരു ചെടിയെ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തെ ദൈവം നനയ്ക്കുന്ന പോലെയാണ് അവൻ്റെ സൃഷ്ടികളായ തൻ്റെ ജനത്തെ അവൻ തള്ളിക്കളയത്തില്ല. ഇവിടെയും അവൻ പോഷിപ്പോടുകൂടെ കൃപയാൽ ദൈവം നമ്മെ നടത്തും. അതാണ് വാർദ്ധക്യത്തിൽ ഒരു ഫലം കായ്ക്കും, പുഷ്ടി പിടിക്കും, പച്ച പിടിച്ചും പുഷ്ടി പിടിച്ചിരിക്കും. ദൈവത്തിൻ്റെ വഴിയിൽ നടക്കണം. വെറുതെയുള്ളൊരു ഭൗതിക നന്മയല്ല ഞാൻ പറയുന്നത്. അപ്പൻ്റെ കൂടെ നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മീയ ഒരു കരുത്ത്, നമ്മൾ അറിയാതെ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നൊരു അനുഭവം. അതാണ് നിങ്ങൾ നനവുള്ള തോട്ടം പോലെ ഇരിക്കുമെന്ന് പറയുന്നത്. സങ്കീർത്തനം 1 നമുക്ക് വരുമ്പോൾ അറിയാം, തക്കകാലത്ത് ഫലം കായ്ക്കുന്നു, വിലപാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. എല്ലാ സീസണുകളിലും ഫലം കായ്ക്കും. അവിടെ അയ്യോ അതെന്താ നന്മ കാണുന്നില്ലല്ലോ, ഇതെന്താ ഇങ്ങനെ ചോദ്യങ്ങളില്ല, എല്ലാം ദൈവം. അപ്പോൾ എന്താ അവിടെ ചിന്തിക്കുന്ന രഹസ്യം എന്തോ, ആറ്റഴുകത്ത് നട്ടിരിക്കുന്ന തക്കകാലത്ത് ഫലം കായ്ക്കുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു തളിർപ്പോടെ, ഒരു അനുഗ്രഹത്തോടെ നമുക്ക് മൂവ് ചെയ്യാം. സ്വർഗത്തിലെ ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ. ഓരോ ദിവസവും ദൈവശബ്ദം കേട്ടുകൊണ്ട് അവൻ്റെ വഴിയിൽ അതേ കർത്താവ് എന്ന് പറഞ്ഞ് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ഒഴുകും. അത് മറ്റുള്ളവരെ കൃപയിൽ വരാൻ കാരണമാകും. ഇന്നീ വചനം കേൾവി ശ്രദ്ധിക്കുന്നവരുടെ മേൽ ഒരു ജീവനായി, ശക്തിയായി, അഭിഷേകമായി, നിറമായി വെളിപ്പെടട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.